Hello dear students, welcome to 4th lecture of regression. In this lecture, we are going to discuss the different patterns of problem, another patterns of problem relating with regression. The first lecture we discussed the theory of the regression, then second lecture regarding the equations of the regressions, and third lecture discussing the problems relating with the regression. And this fourth lecture we discussing the another patterns of problem relating with the regression. Okay, so once again there are mainly two types of equations of the regression. One is a y on x, another one is x on y. A y on x stands for the b y x, and the equations y minus y bar equal to b y x into x minus x bar. A b y x, how to find a b y x? N into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x all square. And byx, how to find the byx? Covariance of xy. നമുക്ക് വേറൊരു ഫോമിൽ യൂസ് ചെയ്യാം. കോവേരിയൻസ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കും. കോവേരിയൻസ് ആണ് തന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. ദ ജനറൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എപ്പോഴും വൈ ഓൺ എക്സ് ആണ് വൈ ഈക്വൽ ടു പറഞ്ഞത്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ബി. ഇതാണ് നോർമൽ ഫോർമാറ്റ് വരാം. ഓക്കെ, ദെൻ എ ഇവിടെ എക്സുമായി കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ആ ടീം അതെന്തായിരിക്കും? അതായിരിക്കും എൻ്റെ ബി വൈ എക്സ്. ഓക്കെ, ദാറ്റ്സ് എ വൈ ഓൺ എക്സ്. ആൻഡ് അനദർ വൺ ഈസ് എക്സ് ഓൺ വൈ. X on y ആണെങ്കിൽ x minus x bar equal to bxy into y minus y bar. The first find the bxy. bxy എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? n into sigma xy minus sigma x into sigma y divided by n into sigma y square minus sigma y all square. ഈ കോവേരിയൻസ് ആണെങ്കിൽ കോവേരിയൻസ് വെച്ചുകൊണ്ട് bxy കണ്ടുപിടിക്കാൻ പറ്റും. കോവേരിയൻസ് xy divided by the variance of y. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? bxy കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ ഇക്വേഷൻ എപ്പോഴും എക്സ് എന്ന് പറഞ്ഞാൽ എഴുതുക. എക്സ് ആണ് സ്റ്റാർട്ടിങ് വരാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി. ഇതാണ് നോർമൽ ഫോർമാറ്റ്. വൈമായി കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ആ എലമെന്റ് എന്താണ്? അതായിരിക്കും അതിന്റെ ബി എക്സ് വൈ. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. വൺ ഈസ് വൈ ഓൺ എക്സ്, അനദർ വൺ ഈസ് എക്സ് ഓൺ വൈ. ലെറ്റ് ഡിസ്കസ് ദ പ്രോബ്ലം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഏജ് ഓഫ് വൈഫ് കാൽക്കുലേറ്റ് ടു റിഗ്രഷൻ ഇക്വേഷൻസ്. From the two regression equation, calculate the husband's age when wife age is 16. Also find the age of wife when husband age is 40. അതൊരു ഡാറ്റ തന്നേക്കാണ്. ഡാറ്റാസിൽ ഓൾറെഡി ഹസ്ബൻഡ്സ് ഏജ് ഉണ്ട്, വൈഫിൻ്റെ ഏജ് ഉണ്ട്. അത് ഹസ്ബൻഡ്സ് ഏജ് ഇങ്ങനെയാണ് 36, 23, 27, 28 up to 35. വൈഫ് ഏജ് 29, 80, 20 up to 28. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ടു റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ആദ്യം നിങ്ങൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഏതാണ് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ? വൺ ഈസ് വൈ ഓൺ എക്സ്, അനദർ വൺ ഈസ് എക്സ് ഓൺ വൈ. ഇത് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഫ്രം ദ ടു റിഗ്രഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ്. ഹസ്ബൻഡ്സിന്റെ ഏജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വൈഫിന്റെ ഏജ് 16 ആണെങ്കിൽ. അല്ല ഓൾസോ ഫൈൻഡ് വൈഫ് ഏജ് വെൻ ഹസ്ബൻഡ് ഏജ് ഇസ് 40. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഹസ്ബൻഡ്സ് ഏജും വൈഫിന്റെ ഏജും. അപ്പൊ നമുക്ക് ഇപ്പോഴും പ്രോബ്ലം ചെയ്യേണ്ടത് എക്സും വൈ എന്ന് പറഞ്ഞുള്ള എലമെന്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എക്സും വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന നമുക്ക് എന്താണ് ഫസ്റ്റ് വാരിയബിൾ, അതിനെ എപ്പോഴും എക്സ് ആയിട്ട് അസ്യൂം ചെയ്യും. തന്നിരിക്കുന്ന സെക്കൻഡ് വാരിയബിൾ എന്താണ്? അതിനെ വൈ ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ നോർമൽ എപ്പോഴും ചെയ്യുക. തന്നിരിക്കുന്ന ഫസ്റ്റ് വാരിയബിൾ ഈസ് എക്സ്, സെക്കൻഡ് വാരിയബിൾ ഈസ് വൈ. ഇത് ഹസ്ബൻഡ് ഏജ് ഇസ് ഫസ്റ്റ് വാരിയബിൾ. ഹസ്ബൻഡ്സ് ഏജ് നമ്മൾ എക്സ് ആയിട്ടും വൈഫിന്റെ ഏജിന് വൈ ആയിട്ട് അസ്യൂം ചെയ്യും. Let's assume the x as a husband's age. x എന്ന് പറഞ്ഞ ഹസ്ബൻഡ്സിന്റെ ഏജും y is a wife ഏജും. ഇതാണ് നമ്മൾ ചെയ്യുക. നമുക്ക് എക്സും വൈയും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫസ്റ്റ് വാരിയബിളിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യും, രണ്ടാമത്തെ വാരിയബിളിനെ വൈ ആയിട്ട് അസ്യൂം ചെയ്യും. ദാറ്റ് ഇസ് എ ലോജിക്. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇക്വേഷൻ കണ്ടുപിടിക്കും. രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേറ്റ് ടു റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ്. നമുക്ക് വൈ ഓൺ എക്സ് ഉണ്ടും എക്സ് ഓൺ വൈ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് വൈ ഓൺ എക്സ് ആണ് സോൾവ് ചെയ്യണത്. വൈ ഓൺ എക്സ്, what the regression equation of y on x? നമുക്കറിയാം y minus equation of curves നമുക്കറിയാം y minus y bar equal to byx into x minus x bar. അപ്പോൾ ഇതാണ് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന y on x ന്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് byx ആയിരിക്കും ആദ്യം കണ്ടുപിടിക്കുന്നത്. byx n into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x all square. ഇങ്ങനെയാണ് നമുക്ക് byx കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക.
തന്നിരിക്കുന്ന എക്സുകളുണ്ട്, വൈ ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഏജ് ആണ്, വൈ എന്ന് പറയുന്നത് വൈഫിന്റെ ഏജ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വൈ ഓൺ എക്സ് ആണ്. വൈ ഓൺ എക്സ് അപ്പോൾ നമുക്ക് എൻ നോക്കി 1 2 3 4 5 6 7 8 9 10. എൻ അപ്പോൾ ഇവിടെ 10 ആണ്. നമുക്ക് ഓൾറെഡി കൗണ്ട് ചെയ്ത് ഇപ്പോഴേ വെക്കാൻ പറ്റും. എൻ 10 ആയിരിക്കും. 10 ആണ് നമ്മുടെ എൻ ആയിട്ട് ഇവിടെ നോർമലി ആയിട്ട് വരാം. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സിഗ്മ എക്സ് വൈ കിട്ടണം, സിഗ്മ എക്സ് കിട്ടണം, സിഗ്മ വൈ കിട്ടണം, സിഗ്മ എക്സ് സ്ക്വയർ കിട്ടണം. ഇതൊക്കെ ഒന്നും കിട്ടണം. അപ്പോൾ നമ്മൾ എല്ലാ പാരാമീറ്റർ തുടക്കത്തിൽ കണ്ടുപിടിക്കുക. രണ്ട് ഇക്വേഷൻ, അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറും കിട്ടണം, സിഗ്മ വൈ സ്ക്വയറോട് ആവശ്യമായിട്ട് വരും. അപ്പോൾ നോർമലി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ആ പാരാമീറ്റേഴ്സ് മുഴുവൻ കണ്ടുവയ്ക്കുക തുടക്കത്തിൽ തന്നെ. Okay, so first x is starting from 36, 23, 27, 28, 29, then 13 up to 35. അപ്പോൾ നമുക്ക് എക്സുകളോട് തന്നിട്ടുണ്ട്. ദെൻ വൈ എന്ന് പറയുന്നത് വൈഫ് ഏജ്, വൈ ഈസ് എ വൈഫ് ഏജ്, എക്സ് ഈസ് ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഏജ് ഇസ് എക്സ്, വൈഫ് ഏജ് ഇസ് വൈ. സോ വൈ 29, 80, ദെൻ അപ് ടു 28. അപ്പോൾ സിഗ്മ എക്സ് കിട്ടി 300 ആണ് സിഗ്മ എക്സ് നമുക്ക് വരുന്നത്. സിഗ്മ വൈ കിട്ടും ഇവിടെ 250 ആണ് വരാം. Then x squares കാണാം. 36 square, there's a 1 2 9 6 23 5 29 27 7 29 28 7 84, then up to 33 1089 35 12 25. അപ്പോൾ നമുക്ക് x squares കിട്ടും. x square is 9138, that's sigma x square. Then y square 29 square 841, 18 square 324, 20 400, 22 484, 21 441. Then 29 6 841, 28 7 84. The total of the sigma y square is a 6414. അപ്പോൾ സിഗ്മ എക്സ് സ്കോർ കിട്ടി, സിഗ്മ വൈ സ്കോർ കിട്ടി. നമുക്ക് ആവശ്യം എക്സ് വൈ കാണും. 36 into 29, so 1044. 23 into 18, 1414. 27 into 20, 540. Up to 35 into 23 is 980. The total of the sigma xy, that says 7623. അപ്പോൾ നമ്മൾ ഇതൊക്കെ തുടക്കത്തിൽ കണ്ടുവയ്ക്കാം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ സിഗ്മ എക്സ് സ്കോറും വേണ്ട വരും, സിഗ്മ വൈ സ്കോറും വേണ്ട വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ തുടക്കത്തിലെ ടേബിൾ വൈസ് കാൽക്കുലേഷൻ തന്നിരിക്കുന്ന ഡാറ്റ, ഹസ്ബൻഡ്സ് ഏജ് എക്സും വൈഫിൻ്റെ ഏജ് വൈ വെച്ചുകൊണ്ട് നമ്മൾ ഡാറ്റാസ് ഇവിടെ എഴുതി. അതിൻ്റെ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്കോർ, സിഗ്മ വൈ സ്കോർ, സിഗ്മ എക്സ് വൈ ഇതെല്ലാം കണ്ടുപിടിക്കണം. ആൻഡ് ഫസ്റ്റ് സോൾവിങ് ദ വൈ ഓൺ എക്സ്. സോ വൈ ബാറും എക്സ് ബാറും വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. വൈ ബാറും എക്സ് ബാറും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബി വൈ എക്സ് ആണ് കണ്ടുപിടിക്കും. ബി വൈ എക്സ്, വാട്ട് ഇസ് ബി വൈ എക്സ്? എൻ ഇൻറ്റു എൻ ഇസ് 10. സിഗ്മ എക്സ് വൈ 7623 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 300 into 250 ഡിവൈഡ് ബൈ n into n is 10. Sigma x square 91 അല്ല n sigma x square is 9138 minus sigma x whole square. Sigma x is 300 square. Okay, the solve b by x 76230 minus 7500, 91380 minus 90,000. ഇതാണ് നമുക്ക് വരുന്ന നോർമൽ ഫിഗർ. സോൾവ് ചെയ്യുമ്പോൾ 0.89. The 0.89 is your the by x. സോൾവ് ചെയ്യുമ്പോൾ 0.89 ആണ് നമ്മുടെ by x ആയിട്ട് വരണത്. ഓക്കെ, ഇനി സിഗ്മ എക്സ് ബാർ കിട്ടണം, വൈ ബാർ കിട്ടണം. അത് കാണാൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ എക്സ് ബാർ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ, വൈ ബാർ ആണ് സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് ഈസ് 300, സിഗ്മ വൈ ഈസ് 250 ആണ്. സോ എക്സ് ബാർ സിഗ്മ എക്സ് ബൈ എൻ, സിഗ്മ എക്സ് ഈസ് 300 ഡിവൈഡ് ബൈ എൻ ഇസ് 1030. Then y bar sigma y by n, sigma y is 250 divided by n is 1025. അപ്പോൾ എന്ത് കിട്ടി? 30 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർമലി എക്സ് ബാർ വൈ ബാർ കിട്ടി. ഇക്വേഷൻ ഓഫ് വൈ ബാർ അല്ലെ, ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ സോൾവ് ചെയ്യണം. വൈ മൈനസ് വൈ ബാർ ഇസ് 25 ഇൻറ്റു ബി വൈ എക്സ് കിട്ടി 0.89 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 30. Solve y minus 25 equal to 0.89x minus 26.7. ഇങ്ങനെയാണ് വരാം. അപ്പോൾ y on x ആണ്, y എന്ന രീതിയിലാണ്. y equal to എങ്ങനെ നമുക്ക് 0.89x then minus 25 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 25 ഇട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് y equal to 0.89x minus 1.7. ഇതാണ് നമുക്ക് വരുന്ന നോർമലായിട്ട് വൈയുടെ ഇക്വേഷൻ. കാരണം y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മൈനസ് 25 അപ്പുറത്ത് പ്ലസ് 25 ആയിട്ട് മാറുന്നു. ഇവിടെ കിടക്കുന്നത് മൈനസ് 26.7 ആണ്. സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 1.7 വരുന്നു. സോ y ഈക്വൽ ടു 0.89x മൈനസ് 1.7. എക്സുമായി കറസ്പോണ്ട് ചെയ്യുക അതെന്താണ്? അതെൻ്റെ ബി വൈ എക്സ് ആണ്. നമുക്ക് ബി വൈ എക്സ് 0.89 തന്നെയായിരിക്കും. ദിസ് നോർമൽ ലോജിക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഓൺ എക്സിന്റെ ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ നമുക്കറിയാം ഇതുപോലെ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാണ്. എക്സ് എന്താണ് ഇക്വേഷൻ? എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ, വൈ മൈനസ് വൈ ബാർ. ഫസ്റ്റ് കണ്ടുപിടി ബി എക്സ് വൈ ആണ്. ബി എക്സ് വൈ എങ്ങനെ കണ്ടുപിടി? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ.
അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ട് n നമുക്കൊരു 10 ആണ്. സിഗ്മ എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി 7623 ആണ്. ദെൻ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 300 ഇൻറ്റു 250 300 ഇൻറ്റു 250 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 300 ഇൻറ്റു 250 n സിഗ്മ വൈ സ്ക്വയർ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 6414 മൈനസ് സിഗ്മ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 250യുടെ സ്ക്വയർ ആണ്. ദെൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ 76230 മൈനസ് 7500 ഡിവൈഡ് ബൈ 6414 സോ മൈനസ് 62500 സോൾവ് 1230 ഡിവൈഡ് ബൈ 1640 ആണ് വരാം. സോ ദ ബി എക്സ് വൈ ഈക്വൽ ടു 0.75 ആണ് വരാം. ബി എക്സ് വൈ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ബി എക്സ് വൈ 0.75 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ബാറും വൈ ബാറും വീണ്ടും കാണേണ്ട ആവശ്യമില്ല, ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സ് ബാർ 30 ആണ്, വൈ ബാർ 25 ആണ്. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. എക്സ് മൈനസ് എക്സ് ബാർ എക്സ് ബാർ ഈസ് 30 x minus x bar equal to bxy 0.75 into y minus y bar is 25. Solve ചെയ്യുകയാണെങ്കിൽ x minus 30 equal to 0.75 minus 18.75. Therefore x equal to x on y equation ഇപ്പോൾ എഴുതാം. അപ്പോൾ x equal to 0.75 plus 30 കാരണം മൈനസിന് അപ്പുറത്ത് കൊണ്ട് പ്ലസ് 30 മൈനസ് 18.75. സോൾവ് ചെയ്യാൻ x equal to 0.75 y പ്ലസ് 11.25. ഇതാണ് നമ്മുടെ എന്തിന്റെ എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ വരാം. അപ്പോൾ ഈ വൈയുമായി കറസ്പോണ്ട് കിടക്കുന്നത് ബി എക്സ് വൈ ഈസ് യുവർ 0.75 കറക്റ്റ് ആയിട്ട് തന്നെ വരും. സോ ദാറ്റ്സ് നോർമൽ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് 2 റിഗ്രഷൻ ഇക്വേഷൻ ആണ്. നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ 2 റിഗ്രഷൻ ഇക്വേഷൻ, കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. We have assumed, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എക്സ് ഈസ് നമുക്ക് എന്താണ് ഹസ്ബൻഡ്സ് ഏജ്. നമ്മൾ അസ്യൂം എക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ എലമെന്റ് ആയിരുന്നു. എക്സ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ്സ് ഏജ്, എക്സ് ഈസ് ഹസ്ബൻഡ് ഏജ്, വൈ ഈസ് എ വൈഫ് ഏജ് ആണ്. എക്സ് ഈസ് ഹസ്ബൻഡ് ഏജ് ആൻഡ് വൈ ഈസ് എ വൈഫ്. ഇതാണ് നമ്മുടെ അസംഷൻ. കാൽക്കുലേറ്റ് ദ ഹസ്ബൻഡ്സ് ഏജ് വെൻ വൈഫ് ഏജ് ഈസ് 16. അപ്പൊ ഹസ്ബൻഡിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹസ്ബൻഡ്സ് ഏജ് ഹസ്ബൻഡ് എക്സ് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് അതിന്റെ അർത്ഥം എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. y ഈക്വൽ ടു 0.89x മൈനസ് 1.7. ദെൻ x ഈക്വൽ ടു 0.75 പ്ലസ് 11.25. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചോദിച്ചത് കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ്. കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് പറ എക്സ് എന്താണ്? എക്സ് ഈസ് അസ്യൂംഡ് ആസ് ഹസ്ബൻഡ്സ് ഏജ്. അതിന്റെ അർത്ഥം നമ്മൾ ചോദിക്കുന്നത് എക്സ് എന്താണ്? കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ്. എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് ബിക്കോസ് വി ആർ അസ്യൂം എക്സ് ആസ് ഹസ്ബൻഡ് ഏജ് ആൻഡ് y ആസ് എ വൈഫ് ഏജ്. Asking calculate the husband's age means x എന്താണെന്ന് കണ്ടുപിടിക്കണം. when age is 60, വൈഫിന്റെ ഏജ് 16 ആകുമ്പോൾ അപ്പൊ എക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്ക് എക്സിന്റെ ഇക്വേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കാം 0.75 പ്ലസ് 11.25. അപ്പൊ എക്സ് ഈക്വൽ ടു 0.75 പ്ലസ് 11.25. ഓക്കെ, അതിൽ വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ എന്ന് പറയുന്നത് വൈഫ് ഏജ് ആണ്. ക്വസ്റ്റ്യൻ വൈഫ് ഏജ് ഈസ് 16. അപ്പൊ എക്സ് ഈക്വൽ ടു 0.75 into 16 plus 11.25. So x equal to 12 plus 11.25. That's x equal to 23.5. Okay. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കണ്ടുപിടിക്കുക, അതുമായി റിലേറ്റഡ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും. രണ്ട് ഇക്വേഷൻ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അപ്പോൾ കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജിന്റെ അർത്ഥം എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടു ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു സോൾവ് ചെയ്യണം. അപ്പൊ വൈ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈഫിന്റെ ഏജ് 16 ആണെന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കാം. വൈ 16 ആണ് പറഞ്ഞേക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ്. വൈഫിന്റെ ഏജ് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ്. വൈഫിന്റെ ഏജ് കണ്ടുപിടിക്കും. വൈഫിന്റെ ഏജ് വൈ ആണ് സോൾവ് ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു വൈഫ് ഏജ് ഇസ് വൈ. വൈഫിന്റെ ഏജ് വൈ ആണ്. വൈയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കും. വൈ ഈക്വൽ ടു 0.89x മൈനസ് 1.7. ഓക്കെ, സോ വൈ ഈക്വൽ ടു 0.89x മൈനസ് 1.7. ഫൈൻഡ് ദ ഏജ് ഓഫ് വൈ. വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഹസ്ബൻഡ് ഏജ് 40 ആകുമ്പോൾ സോ എക്സ് 40 ആണ്. ഹസ്ബൻഡ് ഏജ് 40. അപ്പോൾ 0.89 into 40 minus 1.7. സോ വൈ ഈക്വൽ ടു 33.9. 33.9 ആണ് നോർമൽ ആയിട്ട് വരുന്ന ഏജ് ഓഫ് വൈഫിന്റെ ഏജ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഇക്വേഷന് കൺസിസ്റ്റൻസി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ഇവിടെ കൊടുക്കും. രണ്ട് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ് വൈ ഈക്വൽ ടു 0.89x മൈനസ് 1.7. ദെൻ എക്സ് ഓൺ വൈ 0.75 പ്ലസ് 11.25. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻസ്. അപ്പം വി അസ്യൂം എക്സ് ഈസ് ഹസ്ബൻഡ് ഏജ് ആണ്. എക്സ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഏജ് അസ്യൂം ചെയ്തു.
വൈ എന്ന് പറയുന്നത് വൈഫിന്റെ ഏജ് ആണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ് എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. വൈഫിന്റെ ഏജ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് വൈ ആണ്. വൈ ഈക്വൽ ടു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ ഈക്വൽ ടു. അപ്പൊ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സും വൈയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്വസ്റ്റനിലേക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് വെൻ വൈഫ് ഏജ് ഇസ് 16. ആൻസർ ഇസ് എക്സ് ഈക്വൽ ടു 23.5. Find the wife age of wife when the husband age is 40. That means 33.9. Y is the always wife age and X is always the husband's age. അപ്പോൾ ചോദിച്ചത് ഞാൻ അസ്യൂം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, മുമ്പേ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഹസ്ബൻഡ്സ് ഏജ് പറഞ്ഞാൽ ഹസ്ബൻഡ്സ് അപ്പോൾ തന്നെ നമ്മൾ അസ്യൂം ചെയ്തില്ല, എക്സ് ആണ് ഹസ്ബൻഡ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ദെൻ വൈഫ് ഏജ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു വൈഫിൻ്റെ ഏജ് വൈ ആണ്. പക്ഷേ വൈ ഈക്വൽ ടു നമ്മൾ അപ്പോൾ തന്നെ സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, so there's a two important element is the substitutions. Question പറഞ്ഞിട്ടുണ്ട് calculate the from the two equations calculate husband's age means x equal to കണ്ടുപിടിക്കണം when the wife age is 60. Also find the age of wife, that means y കണ്ടുപിടിക്കണം when the husband age is 40. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അപ്പോൾ നമ്മൾ അസംഷൻ എന്താണ്, എക്സ് എന്താണ് വൈ എന്താണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹസ്ബൻഡ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ വൈഫാണ്. അപ്പോൾ ഹസ്ബൻഡ്സിന്റെ ഏജ് കാണണമെങ്കിൽ എക്സ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കും, വൈഫിന്റെ ഏജ് കണ്ടുപിടിക്കും, വൈ ഈക്വൽ ടു ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ആ നോർമൽ എലമെന്റ് കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം ചെയ്യാണ്, ദെൻ അതിന്റെ ആൻസർ. കാരണം ഓൾറെഡി ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ 0.89x മൈനസ് 1.7, എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ 0.75 പ്ലസ് 11.25. അപ്പൊ അതിന്റെ എലമെന്റ് ഇക്വേഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വൈന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻസ് റിഗ്രഷനിൽ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം 17 ഒബ്സർവേഷൻ ഓഫ് ദ പ്രൈസ് എക്സ് ആണ് ആൻഡ് സപ്ലൈ ഇസ് വൈ ആണ്. From the following that were obtained in appropriate units, sigma x 5444, sigma x square 1940, sigma y 244, sigma y square 3773 and sigma xy എന്ന് പറഞ്ഞ 8413. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഡയറക്ട്ലി ക്വസ്റ്റ്യൻ എന്തായിക്കാണ്. obtain the equation of two regression line. What is the supply when the price is 35? ചോദിച്ചേക്കാണ്. നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റർ ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കും, രണ്ട് ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവസാന ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് വാട്ട് ഈസ് ദ സപ്ലൈ വെൻ പ്രൈസ് ഈസ് 35. അപ്പൊ നമുക്കറിയാം എന്താണ് ചോദിക്കുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, സപ്ലൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. ചോദിച്ചത് വാട്ട് ഈസ് സപ്ലൈ വൈ ആണ് സോൾവ് ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുമ്പ് രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഇക്വേഷൻ വൈ ഓൺ എക്സ് ആണ്. അടുത്ത വൈ ഓൺ എക്സ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ദിറ്റ്സ് നോർമൽ ഇക്വേഷൻ നമുക്കറിയാം. ദെൻ ബി വൈ എക്സ് കണ്ടുപിടിക്കും. എൻ ഇൻറ്റു എൻ നമുക്ക് 17 ആണ്, എൻ 70 ആണ്. 17 ഒബ്സർവേഷൻ 17 ഇൻറ്റു സിഗ്മ എക്സ് വൈ 8413 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 544 ഇൻറ്റു 244 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ സിഗ്മ എക്സ് സ്ക്വയർ 19040 മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ സിഗ്മ എക്സ് 544 ഹോൾ സ്ക്വയർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ് ബി വൈ എക്സ് 0.37 ആണ്. ബി വൈ എക്സ് 0.37 ആണ്. ഓക്കെ, ഇനി നമുക്ക് വൈ ബാർ എക്സ് ബാറും കിട്ടണം. അപ്പൊ എക്സ് ബാർ കിട്ടാൻ വളരെ ഈസിയാണ്. സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്. ഓക്കെ, ദെൻ എൻ ഉണ്ട് 17 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ എക്സ് ബാർ ആൻഡ് ദ വൈ ബാർ. സിഗ്മ എക്സ് ബാർ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എക്സ് ബാർ സിഗ്മ എക്സ് is 544 divided by n is 17. 544 divided by 70 32. And y bar sigma y 244 divided n is 17 14.35. അപ്പോൾ നമുക്ക് എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടി. ഓക്കെ, ബിക്കോസ് സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്. നമുക്കത് എന്നോണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ y minus y bar is 14.35 equal to byx കണ്ടുപിടിച്ചിട്ടുണ്ട് 0.37 ആണ്. byx 0.37 into x minus x bar 32 ആണ്. സോൾവ് y minus 14.35 equal to 0.37x minus 11.84. സോൾവ് ചെയ്യണമെങ്കിൽ y equal to 0.37x minus 11.84 plus കാരണം ഇത് അങ്ങോട്ടേക്ക് പോവാണ് പ്ലസ് 14.35. then it's y equal to
0.37x plus 2.51. ഇതാണ് നമുക്ക് y on x ന്റെ equations. Y on x, that means is a y equal to 0.37x plus 2.51. ഈ പറഞ്ഞോണ്ട് ഇനി x on y കണ്ടുപിടിക്കണം. ഇതേ രീതിയിലാണ് x on y. What is the equation? X minus x bar equal to bxy into y minus y bar. അപ്പോൾ bxy കണ്ടുപിടി n into sigma xy minus sigma x into sigma y divided by n into sigma y square minus sigma y all square. അപ്പോൾ n അറിയാം 17 ആണ്. sigma xy നമുക്കറിയാം 8413 ആണ്. sigma xy is 8413 minus sigma x into sigma y is 544 into 244 is 544 into 40 divided by n into sigma y square. sigma y square ഓൾറെഡി തന്നിട്ട് നമുക്ക് 3773 minus sigma y all square. sigma y is 244. sigma y is 244 square. അപ്പോൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ bxy വരണത് 2.23 ആണ്. 2.23 ആണ് നമ്മുടെ എന്ത് വരുന്നത്? bxy വരുന്നത്. അപ്പോൾ bxy കണ്ടുപിടിച്ചു. ദെൻ എക്സ് ബാറും വൈ ബാറും ഓൾറെഡി കണ്ടു. എക്സ് ബാർ 32 ആണ്, വൈ ബാർ 14.3 ആണ്. 35 ഒരു വട്ടം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സ് മൈനസ് എക്സ് ബാർ into equal to bxy, y minus y bar. X minus x bar. X bar is 32. So 32 x minus 32 equal to bxy. bxy is 2.23. 2.23 into y minus y bar. Y bar is your the 14.35. Is 14.35. Then solve the x minus 32 equal to 2.23y minus 2.23 into 14.35. 32.005 ഇങ്ങനെയാണ് വരാം. ദെൻ അങ്ങനെയാണ് x equal to 2.23y plus 32 minus 32 ഇങ്ങോട്ട് വരുമ്പോൾ plus 32 minus 32.001. സോൾവ് ചെയ്യുകയാണെങ്കിൽ x equal to 2.323y minus 0.0005. That is the equation of the x on y. X equal to 0.23y minus 0.0005. ഇതാണ് നമുക്ക് bxyയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻ പറഞ്ഞപ്പോൾ വൺ ഈസ് ദ y on x. y on x is the y equal to 0.37x plus 251. Another one is x on y. x equal to 2.23v minus 0.0005. Okay, നമ്മൾ ഓൾറെഡി കിട്ടി. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സപ്ലൈ വെൻ ദ പ്രൈസ് ഈസ് 35? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദ സപ്ലൈ? നമുക്കറിയാം ഇവിടെ അസംഷൻ പ്രൈസ് എക്സ് ആണ്, സപ്ലൈ വൈ ആണ്. ശ്രദ്ധിക്കുക, പ്രൈസ് എക്സ് ആണ്, സപ്ലൈ വൈ. വാട്ട് ഈസ് സപ്ലൈ? സപ്ലൈ മീൻസ് വാട്ട് ഇസ് വൈ എന്താണ്? ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സപ്ലൈ വെൻ ദ പ്രൈസ് ഈസ് 35? നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് what is the supply when the price is 35? Your the x is the price and y is your the supply. What is supply? Supply ആണ് കണ്ടുപിടിക്കുക. That means supply എന്ന് പറഞ്ഞാൽ y ആണ്. y equal to ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരാം. Okay, so let's see this concept. What is the supply when the price is 35? What is supply when the price is 35? What is the supply? Supply is your the y. y എന്താണെന്നാണ് ചോദിക്കുന്നത്. That means y equal to എന്തായിരിക്കും? y അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ y equal to 0.37x plus 2.51 അല്ലെ വൈയുടെ ഇക്വേഷൻ ആണ്. വൈയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. y equal to 0.37x plus 2.51. y equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓൾറെഡി കണ്ടുവച്ചേക്കണം. y equal to x equal to രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് എപ്പോഴും കിട്ടുക. y equal to x equal to നമ്മൾ ചോദിച്ചിട്ടുള്ള സപ്ലൈ ആണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ y ആണ്. അപ്പോൾ അതിന്റെ y equal to എന്തായിരിക്കും? 0.37x plus 251. അതാണ് എൻ്റെ നോർമൽ ആയിട്ടുള്ള ലോജിക്ക്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. y on x കിട്ടും, x on y കിട്ടും. അപ്പോൾ y on x y ഈക്വൽ ടു പറഞ്ഞപ്പോൾ എഴുതും, x on y x ഈക്വൽ ടു പറഞ്ഞാൽ എപ്പോഴും എഴുതി വെക്കാം. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പ്രൈസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് എക്സ് ആണ്, സപ്ലൈ വൈ ആണ്. നമ്മൾ വാട്ട് ഈസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് വൈ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു ആണ് നമുക്ക് ഇവിടെ ആവശ്യം, ആ ഇക്വേഷനോട് ആവശ്യം. y ഈക്വൽ ടു 0.37x plus 2.51 ആ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ y ഈക്വൽ ടു 0.37. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് എന്താണ്. ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞ പ്രൈസ് ആയിരിക്കും. എക്സ് പറഞ്ഞ 35 ആണ്. 35 പ്ലസ് 2.51. സോൾവ് ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു 15.46. y ഈക്വൽ ടു 15.46. അപ്പോൾ എക്സ് ഈക്വൽ ടു തന്നെ ഇക്വേഷൻ ഉണ്ട്, y ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ. നമ്മുടെ ചോദിക്കും വാട്ട് ഈസ് സപ്ലൈ എന്നാണ് ചോദിക്കുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ y ആണ്. അതിന്റെ y ഈക്വൽ ടു എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പ്രൈസ് 35, y എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ആ ഇക്വേഷനിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പാടുള്ളൂ. Okay, here the y is 15.46
2.46. Okay, these two types of the problem relating with the regressions. Once again, ശ്രദ്ധിക്കേണ്ട കാര്യം, the first question, the question is asking, the question is regarding the two regression equations ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ്സ് ഏജ് ആണ്, വൈ എന്ന് പറഞ്ഞ വൈഫിന്റെ ഏജ് ആണ്. അസംഷൻ കൊടുക്കുക തന്നിട്ടില്ലേ, എക്സ് ഈസ് ഹസ്ബൻഡ് ഏജ്, വൈ ഈസ് വൈഫ് ഏജ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ വൈ ഓൺ എക്സും കിട്ടുന്നു, then y is 0.89x minus 1.7, then x equal to 0.75 plus 11.25. So the x on y എന്ന് പറഞ്ഞ ഇക്വേഷൻസ് x equal to പറഞ്ഞതും y on x എന്ന് പറഞ്ഞ ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ എഴുതാം y equal to എന്ന് പറഞ്ഞാണ് എപ്പോഴും എഴുതാം. y equal to എന്ന് പറഞ്ഞാൽ എപ്പോഴും എഴുതും, x on y എന്ന് പറഞ്ഞാൽ എപ്പോഴും x equal to എന്ന് പറഞ്ഞ് എഴുതും. അതാണ് ഇപ്പോൾ ശ്രദ്ധ, x equal to എന്ന് പറഞ്ഞാൽ x on y ആയിരിക്കും, y equal to എന്ന് പറഞ്ഞാൽ y on x ആയിരിക്കും. ദെൻ ഇവിടെ ചോദിക്കുന്നത്, നമ്മൾ അസ്യൂം എക്സ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഏജ് ആണ്, വൈ എന്ന് പറഞ്ഞത് വൈഫിന്റെ ഏജ് ആണ്. ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ഹസ്ബൻഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് അർത്ഥം വൈ ആണ്. വൈ ഈക്വൽ ടു ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആയിട്ടാണ് അസ്യൂം. അപ്പോൾ കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ആണ് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരാം. ദെൻ രണ്ടാമത്തെ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫിന്റെ ഏജ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള വൈ ആയിട്ട്, ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു എന്നാണ് അതിന്റെ അസംഷൻ. അപ്പോൾ അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി അതിൽ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഹസ്ബൻഡ്സ് ഏജ് എത്രയാണ് ചോദിച്ചേക്കണം, വൈഫ് ഏജ് 16 ആകുമ്പോൾ, അപ്പോൾ എക്സ് ഈക്വൽ ടു ആണ് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ വൈ 16 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ഇവിടെ തന്നിരിക്കുകയാണ് വൈ 16 ആണ്, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 23.5 ആണ്. ഇവിടെ ഏജ് ഓഫ് വൈഫ് ആണ് ചോദിക്കുന്നത്. വൈഫ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, വൈയുടെ ഏജിനെയാണ് വൈഫിന് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ ഈക്വൽ ടു എന്തായിരിക്കും, വൈ എന്തായിരിക്കും? ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ എക്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വൈ കിട്ടും 33.9. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, അത് ഈക്വൽ ടു എന്ന ഇക്വേഷനെയാണ് നമ്മൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ലോജിക്, ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമിലർലി യു ആർ the same element, the two equation, and there is a supply. What is a supply when the price is 35? What is a supply? Supply stands for y. That means what is y? Y equal to another solve ചെയ്യേണ്ടതായിട്ട് വരാം. Y equal to 0.37x plus 2.51. So y equal to 15.46 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. Okay, these are two important elements, the substitutions regarding your regression equation. Basically, two regression equations, y on x and the x on y. Y on x always starting with y equal to, and x on y starting with x equal to. And we substitute, we get the answers relating with the questions. Okay. Anyway, thank you so much, and thank you for watching me.